2 ദിവസം കലാപകലുഷിതമായിരുന്ന കാഠ്മണ്ഡു ഏതാണ്ട് സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് ഈ കർഫ്യൂവിൽ ഏതാണ്ട് 3 മണിക്കൂറോളം ഇളവ് അനുവദിച്ചിരുന്നു. ആ സമയത്ത് കാര്യമായ തോതിൽ വാഹനങ്ങളൊക്കെ പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ രാത്രി വീണ്ടും കർഫ്യൂ നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷേ നാളെ രാവിലെ ഈ കർഫ്യൂവിൽ കൂടുതൽ ഇളവുകൾ നൽകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും നേപ്പാൾ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നേപ്പാളിൽ സമാധാനാന്തരീക്ഷം കൊണ്ടുവരുന്നതിന് സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. കലാപം ഏതാണ്ട് പൂർണ്ണമായും തോതിൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ അമർച്ച ചെയ്യുവാൻ വേണ്ടി സൈന്യത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നേപ്പാളിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. അടുത്ത പ്രധാനമന്ത്രി, അതായത് ഇടക്കാല പ്രധാനമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം തുടരുകയാണ്. പല പേരുകൾ ഈ കലാപം അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്ന ജൻസി വിഭാഗത്തിൽ നിന്ന് വന്നിരുന്നു. അതിൽ കുൽമാൻ ജിസിയുടെ പേരിനാണ് ഏറ്റവും ഒടുവിൽ പ്രാധാന്യം അല്ലെങ്കിൽ ചർച്ചകളിൽ പ്രാധാന്യം ലഭിക്കുന്നത്. നേപ്പാളിലെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി സഹായിച്ച നേപ്പാളിലെ മുൻ ഊർജ്ജ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് കുൽഹാം ജിസി. അദ്ദേഹത്തിന്റെ പേരിനാണ് ഇപ്പോൾ നേരിയ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർത്തിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ടു. പക്ഷേ അവർ ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് പിന്മാറി എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം നേപ്പാൾ ഭരണഘടന പ്രകാരം ഒരു മുൻ ചീഫ് ജസ്റ്റിസിന് പ്രധാനമന്ത്രി പദവിയിലേക്ക് വരാൻ വേണ്ടി കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ജൻസി വിഭാഗത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഈ സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയാകുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നും പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രാഷ്ട്രീയ പ്രതിസന്ധി കൂടി ഉടൻ പരിഹൃതമാകുമെന്ന പ്രതീക്ഷയിലാണ് നേപ്പാൾ ജനതയും നേപ്പാൾ സൈന്യവും. കാഠ്മണ്ഡുവിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.